ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചൂര അച്ചാർ വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. നമുക്കിത് വറുത്ത് പോരുന്നതിന് മുന്നേ ആയിട്ടേ ഇതെല്ലാം ചേർത്ത് പുരട്ടി വെക്കണം 50 മിനിറ്റ്. അല്ല അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സമയത്തിനനുസരിച്ച് ഞങ്ങളിപ്പോൾ പുരട്ടി വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി, ഉപ്പ്, എണ്ണ എടുത്ത് വെച്ചതേ ഉള്ളൂ. കുറച്ച് ഉപ്പ്. ഇത് കണ്ടുപഠിക്കാനാണോ എനിക്കില്ലേ? കുറച്ച് വെളിച്ചെണ്ണ. മീൻ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഘനം കുറച്ചിട്ട് വേണം നമ്മൾ ചൂര കട്ട് ചെയ്യാൻ. ഞാൻ ഒന്നിച്ചിടാത്ത അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതാവുകയില്ല. അത് കാരണമാണ് പാത്രത്തോടെ ചട്ടിയിലോട്ട് ഇടാൻ. ഒന്ന് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിനി ആവശ്യത്തിന് മുളക് പൊടി വേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിച്ച് ഇരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. ഇട്ടതാണ്. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. നമുക്ക് എത്രത്തോളം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും സമയം ഇരിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ. ഇവിടെ ഇരുന്ന് നോക്കി കാണുവാണ്, കണ്ടുപഠിക്കുക. അതെ, കണ്ടുപഠിക്കുക. നളനാണോടാ? മുളക് പൊടി ഒന്നും എടുക്കണ്ട. നള പാചകം. ആച്ചി സ്കൂളിൽ പോയത് കൊണ്ടല്ലേ അവളും കൂടിയേനെ. അതെ അതെ അതെ. അച്ചാർ എങ്ങനെയാ അമ്മച്ചി ഉണ്ടാക്കുന്നേ? ഇത് നിന്ന് ഇവിടെ പിടുത്തമായിരിക്കും കേട്ടോ. മീൻ കറി വേണ്ട. അതെ, അച്ചാർ ഞാൻ ഉണ്ടാക്കത്തില്ല, കാരണം മിച്ചം കിട്ടത്തില്ല. ഒരു ദിവസത്തേക്കേ കാണുള്ളൂ. വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിച്ച്. വെള്ളം വേണ്ട മോനെ, അതിന് വെള്ളം ഉണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെക്കാം അല്ലേ അമ്മേ? അതെ അതെ. എടുത്തു. നമ്മളിവിടെ മീൻ മറക്കാൻ പോവുകയാണേ, ചൂര അച്ചാറുണ്ടാക്കാൻ. ഇപ്പോൾ അരമണിക്കൂർ കൂടുതലൊക്കെ ആയി. അതെ, അതുകൊണ്ട് എണ്ണ ഒഴിക്കുവാണേ. സൺഫ്ലവറാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് മുതലാകുകയല്ലോ. അതുകൊണ്ട് സൺഫ്ലവർ പറക്കാനായിട്ട് നമ്മുടെ ചൂരക്കുട്ടന്മാരിവിടെ നന്നായിട്ട് മാഗ്നേറ്റ് ആയി റെഡിയായിട്ടിരിക്കുന്നു. എണ്ണ ചൂടായില്ലേ? നമ്മൾ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുവാണേ. കുറച്ച് അട്ടിയിൽ വെച്ചോ. അല്ല, അത് ലാസ്റ്റ് നമുക്ക് വേണം. ഇതിപ്പോൾ ഒത്തിരി കറിവേപ്പില വേണ്ട. ഇനി ശാലുവിൻ്റെ പരിപാടിയാണ്. ശാലു മീൻ എടുത്ത് അങ്ങോട്ട് ഇടണം. ഒന്നിക്കിടാനും വെള്ളം തോന്നുന്നു. അതെ, വലിയ പാത്രമല്ലേ? ഞാനതാ വലിയ പാത്രം എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചൂരക്കുട്ടന്മാരെയും വറക്കാനായിട്ട് ഇട്ടങ്ങ് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് കിട്ടണേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ, അല്ലേ? ഇത് ഉള്ള എല്ലാം നമ്മൾ വറക്കാനായിട്ട് ഒന്നിച്ച് തന്നെ വറക്കാനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇന്ന് ഫ്രൈ ആവട്ടെ. നല്ലപോലെ ഫ്രൈ ആണ്. ഷാലോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ തന്നെ നമ്മൾ ചെയ്യണം. മീനൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ പൊരിച്ചെടുക്കണം. അതെ, നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. കണ്ടോ? നമുക്ക് ചീനച്ചട്ടിയിൽ വെച്ചാൽ മതിയേ. എനിക്കിതാകുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കാമോ വേണ്ടേ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക് വറക്കാൻ വറ്റൽമുളക്, പിന്നെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ കാശ്മീരി പൊടി, പിന്നെ ഉലുവാപ്പൊടി വേണം, പിന്നെ വിനാഗിരി വേണം. ഉലുവാപ്പൊടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല, അത് പിന്നെ ലാസ്റ്റേ ചേർക്കുള്ളേ. പിന്നെ വേണ്ടത് കടുക് അല്ലേ? കടുക് വറക്കാൻ വേണ്ടിയിട്ട് വേണം. ഉപ്പ് വേണം, അത്യാവശ്യം ഉപ്പ് ചേർത്താണ് നമ്മൾ മീൻ വറുത്തിരിക്കുന്നത്. പോരാത്തതിന് നമുക്ക് ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കുമല്ലോ. അന്നേരം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ
ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ചീനച്ചട്ടി ചൂടായേ, എണ്ണ ഒഴിക്കുവാണേ. ശാലു എണ്ണയുടെ അളവ് പറഞ്ഞോണം കേട്ടോ. ഇതെല്ലാം വഴന്ന് വരണം. ഓക്കെ, മതി. നന്നായിട്ട് ചൂടായി വരുന്നത്, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടെന്ന്. ആണോ? ഇടാറായോ? ഇടാറാവുന്നു. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരൂ നല്ലപോലെ. കടുക് പൊട്ടി വന്നു. വെളുത്തുള്ളി ഇടുവാണേ. വെളുത്തുള്ളി ഇഞ്ചി അല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ. ഇതൊന്ന് പച്ചമണം മാറുക. എൻ്റെ പച്ചമണം മാറി വന്നു. സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നടുവേ തന്നെ കീറി അല്ലേ? രണ്ടാക്കിയിട്ട് ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരണം. അപ്പോൾ വറ്റൽമുളക് എപ്പോഴാണ് ചേർക്കുന്നത്? വറ്റൽമുളക് ചേർക്കാം. ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ, കാരണം ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ടേ മുളക് വറുത്തായിരുന്നല്ലോ, അത് ആ മുളക് ഇത് ഞാൻ കടുക് വറക്കാൻ 5-6 മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അമ്മ നേരത്തെ പ്ലാൻ ചെയ്തതാ ഫ്രണ്ട്സ് അച്ചാറുണ്ടാക്കുന്നതല്ല, നമുക്ക് പിന്നെ മറ്റുള്ളതിനൊക്കെ ആകുമ്പോഴത്തേക്കും ചുമ്മാ അങ്ങ് ഇട്ടാൽ മതിയല്ലോ. കടുക് വറുത്ത് കഴിയുമ്പോഴത്തേക്കേ നോക്കാൻ നോക്കി നിൽക്കണ്ടല്ലോ. അങ്ങനെയുള്ള ട്രിക്ക് പണിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടികൾ നിർത്തും. ഇത് നമ്മളുടെ പൊടികളൊക്കെയാണ്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക്, കുരുമുളക് പൊടി ഇത്രയാണ്. തീ കുറച്ച് വെച്ച് വേണേ. അതെ. നന്നായിട്ട് മൂത്ത് വരണം പൊടിയൊക്കെ അല്ലേ? പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. ല്ലേ ചുമന്ന കളറ് ഒരുമാതിരി ഇതായില്ലേ? വിനാഗിരി ഇങ്ങനെ എടുത്തോ. അസിസ്റ്റന്റ് കൂട്ടുകാരെ, ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അളവില്ല. പുളി മീൻ നമ്മൾ പുളി അല്ലല്ലോ ഇത് ചേർക്കുന്നത്. അന്നേരം മീൻ അത്രയും കഷ്ണമില്ലേ, പുളി വേണ്ടേ. ഇവിടെ പിന്നെ എല്ലാവർക്കും ഇച്ചിരി പുളിയൊക്കെ മുന്നോട്ട് നിൽക്കേണ്ടതല്ലേ. ഇത് തിളയ്ക്കണം കേട്ടോ. വിനാഗിരി ഒഴിച്ച് തിളയ്ക്കണം. ഉപ്പ് വേണമായിരിക്കും അല്ലേ? ഉപ്പ് വേണം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിനാഗിരി എല്ലാം നല്ലപോലെ തിളച്ച് വന്നു. അതോടെ അങ്ങോട്ട് ഇട്ടോ, കമത്തിക്കും. മീനിൻ്റെ കൂട്ടത്തിൽ കരിവേപ്പില ഇട്ട് വറുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ കരിവേപ്പില ഇടാഞ്ഞത്. അത് നമ്മൾ കുറച്ച് വേറെ ചേർത്തിട്ടുണ്ട് കരിവേപ്പില. മീനച്ചാറ് വെച്ചാൽ ഇവിടുത്തെ
പേശ തീർക്കുന്ന ഒരാളുണ്ട്. അത് ഞാൻ മറ്റാരുമല്ല, ഞാൻ തന്നെ. അമ്മ ഓർക്കുന്നുണ്ട് അമ്മ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ അച്ചാറിട്ട് കൊണ്ടുവന്നത്. അല്ല, അവിടെ വന്നിട്ട് അച്ചാറിട്ടില്ലേ? ഇവിടുന്ന് അച്ചാറിട്ട് 2 കുപ്പി അച്ചാർ കൊണ്ട് അത് 2 ദിവസം കൊണ്ട് തീർത്ത്. എന്നിട്ട് അമ്മ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ചേട്ടനെയും കൊണ്ട് പറഞ്ഞിട്ട് അന്ന് മോതയായിരുന്നു. മോത. അതെ, ചൂര കിട്ടിയില്ലായിരുന്നു. വേറെ കഷ്ണം മീൻ വാങ്ങിച്ചോ, അത് ഇട്ട് ആ സമയത്ത് ചൂര അല്ല ഇതിങ്ങനെ അച്ചാറ് കഴിക്കാനായിട്ടൊക്കെ തോന്നി. നമ്മൾ പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അത്രയും ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഭയങ്കര പുളിയുമായിരിക്കും അതിന്. ഇത് പക്ഷെ നമ്മളുടെ അല്ല, ശാലുവിന് ഒരു നേരത്തേക്കേ ഉള്ളൂ ഇത് കേട്ടോ. സത്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കറിയും ഞാൻ വേറെ എത്ര കറി ഉണ്ടെന്ന് പറഞ്ഞാലും വേറെ ഒരു കറി എടുക്കത്തില്ല. ഇത് മാത്രമേ കൂട്ടിയാ കഴിക്കുന്നത്, ഇതിൻ്റെ അരപ്പും ഇതൊക്കെ വെച്ചിട്ട്. അമ്മ ഇതൊക്കെ ആരാമേ വെക്കാൻ പഠിപ്പിച്ച്? എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ തന്നെ അങ്ങനെ എൻ്റെ ബുദ്ധിപൂർവമായ കാര്യങ്ങളാണ് ഇതല്ല. ഞാൻ കാലത്ത് തന്നെ യൂട്യൂബ് ഒന്നും ഇല്ല. അതെ, ഉണക്കത്തരണ്ടി ആദ്യമായിട്ട് ഞാൻ അച്ചാറിടുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമായി. അന്നേരം എനിക്ക് തോന്നി പച്ചമീനും ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഗീതയോടെല്ലാം പറഞ്ഞു കൊടുത്ത അനിയത്തി, അവളും ഇതുപോലെ ഇത് വെക്കും അല്ലേ? അച്ചാർ വെക്കും. പിന്നെ ശരിയാ, കഴിഞ്ഞ ദിവസം ചിത്തു വിളിച്ചപ്പോഴത്തേക്കേ അവളിങ്ങനെ പറഞ്ഞായിരുന്നു, ഉണക്കമീൻ ഇതുപോലെ അച്ചാറിട്ട് ഹോസ്റ്റലിൽ നിന്നപ്പോൾ ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനും ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയായിരുന്നല്ലേ? ഇവിടുന്ന് തന്നായിരുന്നു. ശരിയാ, അവിടെ കൊല്ലത്തും ചങ്ങനാശ്ശേരിയിലും NSSലും ഒക്കെ ആയിരുന്നപ്പോഴത്തേക്ക് അവിടെ കോഴിക്കോടുള്ള ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അന്നേരം അയ്യോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരി നിൽക്കുമ്പോഴത്തേക്ക് അവളുമാര്, ഞാൻ ആഴ്ച വരുന്ന കാരണം അവളുമാര് ലിസ്റ്റ് തരും. ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തരും. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഓരോ ഐറ്റംസും. ഈ അച്ചാറൊക്കെ ഞാൻ സ്വയം കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതാണ്. ചിക്കനൊക്കെ അച്ചാറിടും അല്ലേ? ചിക്കനും ബീഫ് അതെല്ലാം അച്ചാറിടാം. എന്നെ അച്ചാറിടണം. ഇതിപ്പോ ഇതിന്റെ പരിപാടി തീർന്നു. ഇതിന്റെ പരിപാടി സകലമാന പരിപാടിയും തീർന്നു. ഇനിയും പ്ലേറ്റ് എടുക്കുക, കഴിക്കുക. അപ്പൊ ഇനി ഒരു പിടി ചോറുണ്ട്. ചോറുണ്ട് ഇന്നൊരു പിടുത്തമുണ്ട്. സത്യ ഞാൻ പോയപ്പോഴത്തേക്കുണ്ടല്ലോ, മട്ടന്റെ വില എൻ്റെ പൊന്നെ നമ്മളിവിടെ ഉപയോഗിക്കത്തില്ല. 960 920 അങ്ങാണ്ട് മട്ടൻ. നമ്മളെ യൂസ് ചെയ്യത്തില്ല മട്ടൻ. നാട്ടുമീൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ മട്ടൻ മേടിക്കുകയല്ല. അതെ, ചേട്ടനൊക്കെ അവിടെ അവർക്കൊക്കെ ഇഷ്ടമാണ്. അവിടെ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഞാനുള്ളപ്പോൾ ഈ വീട്ടിൽ മട്ടൻ കയറ്റരുതെന്ന്. ഞാനില്ലാത്തപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണേലും കയറ്റിക്കോ. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ പറ. ബൈ.